പാസ്പോർട്ടും വിസയും ഇല്ലാതെ ആർക്കും മറ്റൊരു രാജ്യത്തേക്ക് പ്രവേശിക്കാനാവില്ല എന്നതാണ് നമ്മുടെ പൊതുവായ അറിവ്. രാഷ്ട്രതലവനോ നയതന്ത്രജ്ഞരോ ആർക്കും തന്നെ ഈ വിഷയത്തിൽ ഇളവ് ലഭിക്കുന്നില്ല. പക്ഷേ വിസയോ പാസ്പോർട്ടോ ഒരു രേഖകളുമില്ലാതെ രാജ്യങ്ങൾ സന്ദർശിക്കാൻ കഴിയുന്നൊരു വ്യക്തിയുണ്ട് ലോകത്ത്. ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ രാഷ്ട്രമായ വത്തിക്കാൻ സിറ്റിയുടെയും കാത്തലിക് ചർച്ചിന്റെയും തലവനായ പോപ്പിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിച്ച നയതന്ത്രജ്ഞനായതുകൊണ്ട് തന്നെ സാധാരണ പാസ്പോർട്ടിന് പകരം ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടുകളാണ് ഇവർ ഉപയോഗിക്കുന്നത്. ഇത് വിസ ഇല്ലാതെ ഏതൊരു രാജ്യത്തും പ്രവേശിക്കാൻ അദ്ദേഹത്തിന് അനുവാദം നൽകുന്നു. അടുത്തിടെ അന്തരിച്ച പോപ്പ് ഫ്രാൻസിസ് ഇത്തരത്തിൽ 50 രാജ്യങ്ങൾ സന്ദർശിച്ചിരുന്നു. 1.3 ബില്യൺ കാത്തലിക് വിശ്വാസികളുടെ പ്രതിനിധി എന്ന നിലയിലാണ് അദ്ദേഹത്തിന് വിസ നിയമങ്ങൾ ബാധകമല്ലാതാവുന്നത്. മതപരവും നയതന്ത്രപരവുമായ സ്ഥാപനത്തിന്റെ തലവൻ എന്ന നിലയിൽ അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് കീഴിൽ പരമാധികാരം അനുവദിച്ചു നൽകപ്പെട്ട ആളാണ് പോപ്പ്. ഇത് തന്നെയാണ് പാസ്പോർട്ടിലും മറ്റ് രേഖകളിലും അദ്ദേഹത്തിന് ഇളവുകൾ ലഭിക്കാൻ കാരണം. 1929 ലാറ്റിൻ ഉടമ്പടിയിൽ നിന്നാണ് പോപ്പിന് സവിശേഷ അധികാരങ്ങൾ ലഭിക്കുന്നത്. 1961 വിയന്ന കൺവെൻഷന്റെ ഭാഗമായി ഒപ്പുവെച്ച അന്താരാഷ്ട്ര ഉടമ്പടിയും ചില അധികാരങ്ങൾ പോപ്പിന് അനുവദിച്ചു നൽകുന്നു. എങ്ങനെയൊക്കെയാണെങ്കിലും ചൈന, റഷ്യ പോലെയുള്ള ചില രാജ്യങ്ങൾ പോപ്പിന്റെ സന്ദർശനത്തിന് വിസ ആവശ്യപ്പെടുന്നുണ്ട്.